Ladies and gentlemen, boys and girls, platforms and പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കണം എന്തായാലും ഞാൻ വീണ്ടും അങ്ങാടിപ്പുറത്തുനിന്ന് യാത്ര തുടങ്ങുന്നു. അങ്ങാടിപ്പുറത്തുനിന്ന് യാത്ര അല്ല കേട്ടോ, ഇത് ശരിക്കും തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ഇൻട്രോ എടുക്കുന്നത് മാത്രം. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ തൃശ്ശൂരിൽ നിന്നും താമ്പരത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങാടിപ്പുറത്ത് വന്ന് ആക്ച്വലി ശരിക്കും ഞാൻ ഗുരുവായൂരിൽ നിന്ന് തന്നെ കയറാനായിരുന്നു പ്ലാന്. ഞാനൊരു ബസ് പിടിച്ച് ഗുരുവായൂർ പോകുന്നതിന് ശേഷം എന്തുകൊണ്ടോ ബസ്സിന് പോകാൻ പറ്റില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു ഭയങ്കര. അങ്ങനെ പ്ലാൻ മാറ്റിയിട്ട് ഞാൻ നേരെ ട്രെയിനിന് കയറി തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് തൃശ്ശൂർ ടു താമ്പരം ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് പിന്നെ ഫർദർ യാത്ര കണ്ടിന്യൂ വേണ്ടിയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ നമ്മുടെ വണ്ടി 11:43 പോകുക. 11:27 ആയതുള്ളൂ. 11:43 നമ്മുടെ വണ്ടി പോവുക. തൃശ്ശൂർ സ്റ്റേഷൻ നല്ല അടിപൊളി തിരക്കാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ബെഞ്ചിൽ ഒരു അര സീറ്റ് പോലും കാലില്ല, അത്ര തിരക്കാണ് തൃശ്ശൂർ സ്റ്റേഷനിൽ. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇപ്പുറത്തെ സൈഡിലും നല്ല തിരക്ക്. നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ ഉടനെ എത്തും എന്നാണ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. വണ്ടി പോകുന്നതെത്തി. മീൻവെൽ 22114 ബോംബെയിലേക്കുള്ള യാത്ര തുടർന്നു. കാലിയാണ് ട്രെയിൻ. ഓരോ കോച്ചിൽ 1-2 യാത്രക്കാരൊക്കെ ഉള്ളൂ, ചില കോച്ചിൽ അതുമില്ല. കാര്യം വണ്ടി ഇത്ര റീഷെഡ്യൂളായി ഡിലേ ആയതുകൊണ്ട് എനിക്ക് പല യാത്രക്കാരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ ട്രെയിൻ അല്ലെങ്കിലും തിരക്ക് മോസ്റ്റ്ലി ഷൊർണൂർ മുതൽ അങ്ങോട്ടാണ് തിരക്ക് കയറേണ്ടത്. ബാക്കിയൊക്കെ ഷൊർണൂർ കണ്ണൂർ ടിക്കറ്റുകളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഡിലേഡ് ട്രെയിനുകൾ ഓടിക്കഴിഞ്ഞാൽ യാത്രക്കാരുണ്ടാവില്ല. വാപ്പ് 4 ആണിന്ന്. അരക്കോണത്തിന് 22766. നമ്മുടെ വണ്ടി എത്തി. നമ്മുടെ കോച്ച് B1 5th കോച്ചാണ് പറയുന്നത്. കുറച്ച് മുന്നോട്ട് കയറി നിൽക്കണം, അങ്ങോട്ട് പോകാം. ഈ വരുന്നതാണ് നമ്മുടെ കോച്ച്. 2005 ബിൽട്ടാണ്. ഇപ്പം അങ്ങോട്ട് പോകാം. ഇത് ഷെൽട്ടറിന് പുറത്താണ്, വെളിച്ചമില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് നിന്നത്. അപ്പം അങ്ങനെ തൃശ്ശൂരിൽ പുറപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നത് ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിൻഡോന്നൊരു ചെറിയ ക്ലിപ്പ് എടുത്തുള്ളൂ. കാരണം സീറ്റിലോടൊപ്പം സെറ്റിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഡോറ് സീറ്റിൽ നിന്ന് പുറത്തോട്ട് വരാൻ വയ്യായിരുന്നു. എന്തായാലും ട്രെയിൻ നിർത്തിയ സ്ഥലത്ത് ഇട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ഇരിങ്ങാലക്കുടയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കവറേജ്. ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനൊന്നും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാത്രിയിലത്തെ. ഞാൻ ഇരിങ്ങാലക്കുടയോടുകൂടി നിർത്തുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി രാവിലെ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് എവിടെ മുതൽ തുടങ്ങാൻ പറ്റുന്നു അവിടെ മുതൽ തുടങ്ങാം. പറ്റുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ മുതൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏത് സ്റ്റേഷനിലാണ് കൊണ്ടുവരുന്നത് അവിടെ മുതൽ അങ്ങോട്ടുള്ള കവറേജ് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാര്യം ഈ സ്ട്രെച്ച് നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിലെ സ്ട്രെച്ചാണ്. ബേസിക്കലി ഡിണ്ടിഗലിനപ്പുറത്തോട്ടുള്ള സ്ട്രെച്ചാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം.
നമ്മളങ്ങനെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റ് സ്റ്റോപ്പുകൾ പെട്ടെന്ന് വിടും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നെയ്യാർ. അപ്പോൾ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മൾ നമ്മുടെ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് യാത്രയിലെ 2ാം ദിവസം നേരം ജസ്റ്റ് വെളുത്തിട്ടേ ഉള്ളൂ. 2ാം ദിവസം എന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യത്തെ പകൽ. ഇന്നലെ രാത്രിയാണ് നമ്മൾ കയറിയത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഇന്നലെ കയറിയത്. ജസ്റ്റ് നേരം വെളുത്തിട്ടേ ഉള്ളൂ. വണ്ടി ഇപ്പോൾ നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ടേ ഉള്ളൂ. വണ്ടി ആക്ച്വലി ലേറ്റാണ്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആവാറായിട്ടുണ്ട്. 6:51 ആയിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു 50 മിനിറ്റിന് മേലെ ലേറ്റാണ് ഇപ്പോൾ. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുഴിത്തുറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കുഴിത്തുറൈ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റോപ്പ്. ഇത് ഏകദേശം മാർത്താണ്ഡത്തിനോട് പാരലായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇപ്പുറത്തെ ലൈനിലൊരു പാസഞ്ചർ വരാണ്ടെന്ന് തോന്നുന്നു. ഇവിടെ യാത്രക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോച്ച് 056106. നമ്മൾ കുഴിത്തുറൈ സ്റ്റേഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. മഴ ചാറുന്നുണ്ട്. തിരിച്ച് ഉള്ളിലോട്ട് വരാൻ നമ്മുടെ സ്റ്റാർട്ടപ്പ് റെഡാണ്. എനിക്കതിപ്പോൾ ക്രോസിങ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടാവുള്ളൂ വരും. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരമായിട്ട് പോസ്റ്റ് ആക്കിക്കൊണ്ട് ഒരു വാബ് 4 ഹൗളിൽ ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന് കയറി വരുന്നുണ്ട്. കൊല്ലം പാസഞ്ചറാണ് എൻ്റെ അറിവിലത്. അരക്കോണത്തിന് 22712. ഇത് പറ്റ കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസിൻ്റെ റേക്ക് നാഗർകോവിൽ കൊല്ലം പാസഞ്ചറായിട്ട്. അപ്പം നമ്മളങ്ങനെ കുഴിത്തുറൈ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയാണ്. ഡബിളിങ്ങിനോട് റിലേറ്റഡ് വർക്കുകളാണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഇരണിയൽ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. ഡബിളിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം ഒരു ഓട്ടോ സ്റ്റാൻഡ്. അടിപൊളി. ഈ സ്ട്രെച്ചാണ് ഈ റൂട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ട്രെച്ച്. അതായത് നമ്മുടെ ഈ നാഗർകോവിൽ ടൗൺ പ്രദേശത്ത്, നാഗർകോവിൽ ടൗൺ ചുറ്റുവട്ടത്തുള്ള ഏരിയ. നാഗർകോവിൽ ടൗണിൽ ഒരു അപ്പുറത്തോട്ട് ഇപ്പുറത്ത് ഒരു 5-6 കിലോമീറ്റർ ദൂരം. അടിപൊളിയാണ് ഈ സ്ഥലത്ത്.
ആ ലൈൻ ഇപ്പോഴും ഡിസ്കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് നാഗർകോവിൽ ടൗൺ സ്റ്റേഷനോട്ട് കടന്നു. ഇവിടെ ഒരു പുത്തൻ റേക്ക് കിടക്കുന്നുണ്ട്. ഇത് മിക്കവാറും മറ്റേ നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്സിലെ റേക്ക് ആവാനാണ് സാധ്യത. റേക്ക് ഫോം ആയിട്ടില്ല ഇതുവരെ, ജസ്റ്റ് റാൻഡം കോച്ചുകൾ തന്നെ. ഇപ്പോൾ ഇത് ഷണ്ട് ചെയ്ത് ഇത് രൂപമാക്കിയെടുക്കണം. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞാണ്. നമ്മൾ നിർത്തിയിട്ട് ഉടനെ എടുത്ത് പോകും. ഇപ്പം സമയം 8 മണി. അതേ ഓപ്പോസിറ്റ് ലൈനിൽ അനന്തപുരി കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെ അനന്തപുരി എക്സ്പ്രസ് എത്തി. അരക്കോണത്തിന് 22669. ട്രെയിനിൻ്റെ ബോർഡിൽ എവിടെയും പേരെഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് തഞ്ചാവൂർ, ചെന്നൈ, എഴുമ്പൂർ, കൊല്ലം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ നാഗർകോവിൽ ടൗണിൽ നിന്ന് എടുത്തു. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. നമ്മൾ 8 മണിക്കാണ് നാഗർകോവിൽ ടൗൺ എത്തിയത്. അപ്പോൾ സമയം 8:04. ട്രെയിനിൻ്റെ പേരെഴുതാത്ത മോശം. പ്രത്യേകിച്ച് ട്രെയിനിന് സ്വന്തമായിട്ട് പേരുള്ളപ്പോൾ പേരെഴുതുന്നതായിരുന്നു നല്ലത്. ഇതിൻ്റെ തഞ്ചാവൂർ പാർട്ടാണെങ്കിൽ ഉഴവൻ എക്സ്പ്രസ് എന്നും പേരുണ്ട്. ഇതിന് അനന്തപുരി എന്നും പേരുണ്ട്. അപ്പം നമ്മളങ്ങനെ നാഗർകോവിൽ ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ബൈപ്പാസ് ലൈൻ വഴി നമ്മൾ നേരെ ടുവേർഡ്സ് തിരുനെൽവേലി പോകും. ഈ ട്രെയിൻ പണ്ട് നാഗർകോവിൽ ജംഗ്ഷനിൽ പോയി റിവേഴ്സ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലെ ലൈൻ വർക്ക് കാരണം അവരവിടെ തൽക്കാലത്തേക്ക് റിവേഴ്സിൽ മാറ്റിയിട്ട് നാഗർകോവിൽ ടൗൺ വഴി ആക്കിയിട്ടുണ്ട് വണ്ടി. ഇത് പെർമനൻ്റ്ലി നാഗർകോവിൽ ടൗൺ വഴി ആകും എന്ന് ചെറിയ ഒരു അഭ്യൂഹം ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കൺഫേംഡ് ന്യൂസ് ആയിട്ടില്ല. മോനെ എന്താ വിഷ്വൽസ്! ഇങ്ങനത്തെ ഒരു വിഷ്വല് തമിഴ്നാട്ടിലെ വേറെ ഒരു ജില്ലയിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഹൈലൈറ്റാണ്. കാപ്പി കിട്ടി. നമ്മളിതിപ്പോൾ നാഗർകോവിൽ ഹോം സിഗ്നലാണ്. ഈ ഹോം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ബൈപ്പാസ് ലൈനിലേക്ക് കയറും. നമ്മൾ ഹോം സിഗ്നൽ കാത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ ഒരു ട്രെയിൻ കയറി വരുന്നത് കാണാനുണ്ട്. അതെനിക്ക് തോന്നുന്നു നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഈറോഡ് ഡീസൽ ഷെഡിൻ്റെ 2218 വാപ്പ് 4 നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ സ്പെഷ്യലാണ്. ഇത് മറ്റേ SMVT ബാംഗ്ലൂർ നാഗർകോവിൽ എക്സ്പ്രസിൻ്റെ റേക്ക് ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ. കാര്യമായിട്ട് ആരും തന്നെ ഇല്ല ട്രെയിനിൽ, കാലിയാണ്. സ്ലീപ്പർ കോച്ചുകളിലൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ആരുമില്ല. പാൻട്രയുടെ സ്റ്റാഫാണ്.
നമ്മളിപ്പോൾ ബൈപ്പാസ് ലൈനിലോട് വരും. ഇതുകൊണ്ടാണ് റെഡ് ആയിരുന്നത്. കണ്ടോ, ഈ ഒരു സ്ട്രെച്ച് കോമൺ ആണ്. ഇവിടെ മുതലാണ് ഡബിൾ തുടങ്ങിയത്. ഈ ഒരു സ്ട്രെച്ച് കോമൺ ആയതുകൊണ്ടാണ് നമുക്ക് റെഡ് കിട്ടിയത്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നുള്ള ട്രെയിനും ഇതേ ലൈൻ വഴി വന്നിട്ടാണ് മറ്റേ ലൈനിലോട്ട് കയറിയത്. നമ്മുടെ ലോക്കോ ജസ്റ്റ് ബൈപ്പാസ് ലൈനിലോട്ട് കയറി. ഇതാണ് ബൈപ്പാസ് ലൈന്. ഇവിടെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ. ലാൻഡ് വർക്ക് കഴിഞ്ഞു. ഇനി അവിടെ ബലാസ്റ്റ് ഇട്ട ട്രാക്ക് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് തിരിഞ്ഞു. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ദൂരെ കാണുന്നതാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ബൈപ്പാസ് ലൈൻ കാണാൻ പറ്റും. അത്ര അടുത്താണ് ബൈപ്പാസ് ലൈൻ. ജസ്റ്റ് സ്റ്റേഷൻ അവോയ്ഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാഗർകോവിലിൽ പുതിയ പിറ്റ് ലൈനുകളും അതുപോലെ പുതിയ പ്ലാറ്റ്ഫോംസൊക്കെ വരുന്നുണ്ട്. പിറ്റ് ലൈനുകളൊക്കെ വർക്ക് കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ലൈനാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ടുവേഴ്സ് തിരുനെല്വേലി പോകുന്ന ലൈന്. നമ്മളതിലേക്കാണ് മേർജ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രെയിൻ പണ്ട് നാഗർകോവിൽ ജംഗ്ഷനിൽ പോയിട്ട് റിവേഴ്സ് ചെയ്ത് വന്നിരുന്നു. ഇപ്പോൾ റിവേഴ്സിൽ അവർ എടുത്തു കളഞ്ഞു. അടിപൊളി വളവായിരുന്നു. ഈ കാണുന്ന പുതിയ പാലമൊക്കെ ബൈപ്പാസ് ലൈനിന് വേണ്ടിയുള്ളതാണ്. ബൈപ്പാസ് ലൈനിൽ ഡബിളിങ് നടക്കുന്നുണ്ട്. പുതിയ പാലം അതിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ അഡ്വാൻസ് സിഗ്നലാണ് ദൂരെ കാണുന്നത്. പച്ചയാണ്. നമ്മളിപ്പം മെയിൻ ലൈനുമായിട്ട് മേർജ് ചെയ്യും. ഇവിടെ ഇനി ഒരു ലൈൻ കൂടി വലതുവശത്ത് വരും. അതായിരിക്കും നാഗർകോവിൽ ജംഗ്ഷൻ്റെ ഡബിള്. കുറേ പണി നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. ഈ കാണുന്ന കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതാണ് തോവാല പൂക്കൃഷിക്ക് ഫേമസ് ആണെന്ന്. അതാണ് ഈ കാണുന്നത്. അവിടെ ഉള്ളിലൊക്കെ കാണാം.
വിജയവാഡയുടെ 32481 തിരുനെൽവേലി കന്യാകുമാരി പാസഞ്ചറാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് എവിടുന്ന് കയറ്റിയാന്ന് അറിയില്ല. എവിടുന്ന് കയറ്റിയാണ്. ഇഡ്ഡലി ഉണ്ട്. അതുപോലെ ഞങ്ങൾ പ്ലേറ്റ് പൊങ്കലും മേടിച്ചിട്ടുണ്ട്. പൊങ്കലിൻ്റെ കൂടെ മടയുണ്ട്, ഇഡ്ഡലിയുടെ കൂടെ മണ്ട. അപ്പോൾ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിത് നാരൽവായ് മൊഴിയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നാരൽവായ് മൊഴി തന്നെ. അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഡോറിലേക്ക് തിരിച്ചു. അടിപൊളി ഇഡ്ഡലി സാമ്പാറായിരുന്നു. പൊങ്കൽ ഇത്തിരി ഡ്രൈ ആയി. ഇപ്പോൾ നല്ല സാമ്പാർ സൂപ്പറായിരുന്നു. വിൻമിൽസിൻ്റെ ഏരിയ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ വാഞ്ചി മണിയാച്ചി വിരുദാചലം വരെ, അല്ല സോറി വിരുദനഗർ വരെ, വിരുദാചലം അല്ല സോറി വിരുദനഗർ വരെയൊക്കെ ഏകദേശം നമുക്ക് വിൻമിൽസ് കാണാൻ പറ്റും. നമ്മൾ അടുത്ത സ്റ്റോപ്പായ വള്ളിയൂരിലേക്ക് എത്തിയത് നമ്മൾ. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. സ്റ്റാർട്ടർ അഡ്വാൻസ് എക്സ്പ്രസ് ക്ലിയർ ആണ്. ഇതാണ് ഈ സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ദൂരെ വിൻമിൽസാണ്. എല്ലാം ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. എനിക്ക് തോന്നുന്നു സൈക്ലോണിക് സ്റ്റോം പോലത്തെ കാറ്റ് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും ചിലപ്പോൾ. മഴക്കാലമല്ലേ. എൻ്റെ ഒരു ഗസ് പറഞ്ഞാണ്. പൊട്ടത്തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വള്ളിയൂരിൽ നിന്ന് പുറപ്പെട്ടു. കല്യാണിൻ്റെ വാപ്പ് 7 39076 മുംബൈ CSMT നാഗർകോവിൽ 16339. അപ്പോൾ കന്യാകുമാരി ജില്ലയുടെ പച്ചപ്പൊക്കെ മാറി ഡ്രൈനെസ്സിലൂടെ നമ്മൾ കയറി കഴിഞ്ഞു. മുൾച്ചെടികൾ വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഡ്രൈ ആവും. നമ്മളിനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ കൂടുതൽ ഡ്രൈ ആയി വരും. വാപ്പ് 25024 MGR ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ജസ്റ്റ് നാങ്കുനേരി സ്റ്റേഷനിലേക്ക് എത്താണ്. ഇതാണ് നാങ്കുനേരി. ഏതോ ഒരു ട്രെയിനിൻ്റെ empty റേക്ക് കിടക്കുന്നുണ്ട്. MGR ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ ഡിബ്രുഗർ സ്പെഷ്യലിൻ്റെ റേക്കാണ്.
എം ടി റേക്കാണ്. എനിക്കൊന്ന് നാഗർകോവിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് തള്ളിയതാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുനെൽവേലിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. മേലപ്പാളയം കഴിഞ്ഞു. ആ കാണുന്ന ലൈനാണ് തിരുച്ചെന്തൂർ എന്ന് വരുന്ന ലൈന്. തിരുച്ചെന്തൂർ തിരുനെൽവേലി ലൈനാണ്. ഇവിടം വരെയാണ് തിരുവനന്തപുരം ഡിവിഷൻ. ഇവിടെ നമ്മുടെ മധുര ഡിവിഷനാണ്. താമരഭരണി ആറ്. നമ്മൾ പുതിയ പാലത്തിലൂടെയാണ്. പുതിയ പാലത്തിലൂടെയുള്ള ഫസ്റ്റ് റൈഡാണ് നമ്മുടെ. ആ വരുന്നതാണ് ചെങ്കോട്ട എന്നുള്ള ലൈന്, തെങ്കാശി തിരുനെൽവേലി ലൈന്. ഇതുവഴിയൊക്കെ നമ്മൾ ട്രിപ്പ് പോയിട്ടുള്ളതാണ്. വീണ്ടും ഒരു ട്രിപ്പ് കുറച്ച് കാലമായിട്ട് പ്ലാനിങ് ഉണ്ട്, പക്ഷെ നടത്തുന്നില്ല അങ്ങോട്ട്. തെങ്കാശി ലൈൻ ഇവിടെ വന്ന് നമ്മൾ തെങ്കാശി ലൈനോട്ട് മാറ്റി, അല്ലെങ്കിൽ തെങ്കാശി ലൈൻ നമ്മുടെ ലൈനോട്ട് മാറ്റി ഇവിടെ വെച്ച്. ഇവിടെ വീണ്ടും ഒരു ലൈനും കൂടെ വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തെങ്കാശി ലൈനിനെ സെപ്പറേറ്റ് ആയിട്ട് കയറ്റാൻ പോകാൻ തോന്നുന്നു. കാര്യം ആ വന്ന് ക്ലോസ് ചെയ്യുന്ന ടെർമിനൽ ബഫേഴ്സ് വെച്ച് നോക്കുമ്പോൾ നേരെ വരാൻ പറ്റും. ഇന്നിവിടെ ഒരു ലൈനും കൂടി ലേ ചെയ്യാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. ഇവിടെ ലാൻഡ് അക്വയർ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ഇത് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നോക്കുമ്പോൾ വലത്തോട്ടുള്ള ഇത് കണ്ടു, ഞാൻ മിക്കി കണ്ടു. അവിടം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് കളയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഇവർ ഈ പാലം എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. ഡബിൾ 2359 ഈ റോഡ് ഷെഡിൻ്റെ അങ്ങനെ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:31. എനിക്ക് നമ്മളൊരു അല്പം ബിഫോർ ടൈമാണെന്ന് തോന്നുമ്പോൾ.
ഇവിടെ ഒരു ബാബ് 730708 കിടക്കുന്നു. ദാദർ തിരുനെൽവേലി എക്സ്പ്രസ് ആയിരുന്നു. സമയം 9:34. നമുക്കിവിടെ 9:40 നമ്മുടെ ഇവിടെ അറൈവൽ ടൈം. നമ്മളിപ്പോൾ നല്ലോണം ബിഫോർ ടൈം കയറി വന്നിട്ടുണ്ട്. ഇതിന് 9:45 പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പകൽ വെച്ചത്തിൽ നമ്മുടെ ലോക്കോ ഒക്കെ ഒന്ന് കണ്ടേക്കാം. നല്ലൊരു ശതമാനം തിരക്കും ഇവിടെ ഇറങ്ങും ഈ ട്രെയിനിന്. അവിടെ നിന്ന് കയറുന്ന തിരക്കും നല്ലൊരു ശതമാനം ഇവിടെ ഇറങ്ങും. ഇവിടെ നിന്ന് ഫ്രഷ് ലോഡ് കയറുകയാണ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നമ്മുടെ ലോക്കോ കാണാം. ഇതാണ് തിരുനെൽവേലിയിലെ പിറ്റ് ലൈന്. ഇവിടുന്ന് അത്യാവശ്യം കുറേ ട്രെയിനുകൾ ഇവിടെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. ഇവിടെ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് മെയിൻ്റനൻസ് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ ലോക്കോ 22766. ഇവിടുന്ന് പുതിയ ക്രൂ കയറുന്നുണ്ട്. ഒരു ജസ്റ്റ് ചാർജ് ഏറ്റെടുക്കുന്നുള്ളൂ. ഈ ക്രൂ എനിക്കൊന്ന് മധുര വരെ പോകുന്നു തോന്നുന്നു. നമ്മുടെ ട്രെയിനിവിടെ വാട്ടറിങ് ഉണ്ടായിരുന്നു. ആ വാട്ടറിങ് ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഗോൾഡൻ ഡ്രോപ്പിന് ഒരു 40464 WDP 4D കിടക്കുന്നതാണ്. നമ്മളങ്ങനെ കൃത്യസമയമായ 9:45 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. രാവിലെ ഒരു 55 മിനിറ്റ്, 1 മണിക്കൂറിനടുത്ത് ഡിലേ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഞാൻ നേരത്തെ കാണിച്ച പിറ്റ് ലൈനുകളാണ്. ഇതൊരു പിറ്റ് ലൈൻ, ഇങ്ങനെ അറ്റത്തെ പിറ്റ് ലൈൻ ഇലക്ട്രിഫൈഡ് പിറ്റ് ലൈനാണ്. അതിലാണ് വന്ദേ ഭാരത്തിന് മെയിൻ്റനൻസ് നടക്കുന്നത്. മെയിൻ ലൈൻ ഡിപ്പാച്ചർ തന്നെയാണ്. അത്യാവശ്യം സ്പീഡ് പിടിച്ചല്ലോ നമ്മൾ. തിരുനെൽവേലി അത്യാവശ്യം വലിയൊരു LHB ബേസാണ്. എന്നാലും നമ്മുടെ പാലരുവിക്ക് കൊടുക്കുന്നില്ല കേട്ടോ. പാലരുവിക്ക് ഒരു CBC റേക്ക് കൊടുത്തിട്ട് 18 കോച്ചാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. LHB ഒന്നും വേണ്ട, നമുക്ക് CBC റേക്ക് ആക്കിയാൽ മതി. CBC റേക്ക് ആക്കി ഒരു AC 3 ടയർ കിട്ടും. അങ്ങനെ തിരുനെൽവേലിയുടെ സ്പാർട്ടല്ല, ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ എന്നേ ഉള്ളൂ. ആ കാണുന്ന നീല ഷെഡാണ് കോച്ചിങ് ഡിപ്പോയിലെ POH ഷെഡ്. ഇവിടെ കുറച്ചധികം LHB റേക്കുകൾ കിടക്കുന്നുണ്ടോ? ഒരുപാട് LHB റേക്കുകളുണ്ട് ഇവിടെ. ഏതൊരു റേക്കിൻ്റെ ഷണ്ടിങ് ആണ്. ട്രെയിനിൻ്റെ പേര് കാണാനില്ലല്ലോ. ഏത് ട്രെയിനാണെന്നറിയില്ല, അതിൻ്റെ പേര് കാണാനില്ല. തിരുനെൽവേലി ചെന്നൈ എഴുമ്പൂർ ഏതാ വണ്ടിയെന്നറിയില്ല. തിരുനെൽവേലി ബേസ് ആയിട്ടുള്ളൊരു LHB റേക്കാണ്. ഗോൾഡൻ ഡ്രോപ്പിൻ്റെ 11318. നമ്മൾ ജസ്റ്റ് അബൌട്ട് വാഞ്ചി മണിയാച്ചി ജംഗ്ഷൻ എത്താറാവുന്നു.
സി ക്യാബിൻ. ഇതാണ് വാഞ്ചിമണിയാച്ചി ബൈപ്പാസ് ലൈന്. പിന്നെ അപ്പുറത്ത് കൂടെയാണ് മെയിൻ ലൈൻ പോകുന്നത് തൂത്തുക്കുടിയിലേക്കുള്ള, വാഞ്ചിമണിയാച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള ലൈന്. നമ്മളങ്ങനെ ജസ്റ്റ് വാഞ്ചിമണിയാച്ചി സ്റ്റേഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോമിൻ്റെയും സ്റ്റേഷൻ്റെയൊക്കെ മൊത്തത്തിൽ രൂപത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് വാപ്പ് 12011 വാഞ്ചിമണിയാച്ചി തിരുച്ചെന്തൂർ പാസഞ്ചറാണത്. ഇത് മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ്സിനുള്ള കണക്ഷൻ. മൈസൂർ തൂത്തുക്കുടി ഓൾറെഡി പോയി, അതിനുള്ള കണക്ഷൻ ട്രെയിനാണത്. സ്റ്റേഷൻ ഇപ്പോഴത്തെ സൈഡിലുള്ള കാഴ്ചയാണ്. ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചും വിൻമില്ലുകളും അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കോവിൽപ്പട്ടിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ട്രിച്ചി ട്രിവാൻഡ്രം ഇൻട്രസിറ്റി അരക്കോണത്തിന് 22768. സ്റ്റാർട്ടറായി എന്നാണോ പുറപ്പെടാത്തത്. ഇതിന് ഓപ്പോസിറ്റ് നമ്മളൊരു എൻഡ് ടു എൻഡ് റൈഡ് ചെയ്തായിരുന്നു. ഇത് ട്രിച്ചി ടു ട്രിവാൻഡ്രമാണ്. നമ്മൾ ട്രിവാൻഡ്രം ട്രിച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. ഗോൾഡൻ ഡ്രോപ്പിൻ്റെ WDP 4D 40437. ബല്ലാസ്ട്രേക്കോ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. WDP വേണമായിരുന്നു, ഇഷ്ടംപോലെ WDG ഉള്ളതാണ്. അങ്ങനെ കോവിൽപ്പട്ടി നമ്മൾ പുറപ്പെട്ടു. ഇതായിരുന്നു നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. താമ്പരം നാഗർകോവിൽ അന്ത്യോദയ എക്സ്പ്രസ് ആയിരുന്നത്. ജസ്റ്റ് സാത്തൂർ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു പുതുപുത്തൻ റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഭാരത് ഗൗരവായിരുന്നു തോന്നുന്നു സാധനം. കാര്യം ഇതിന് C3 എന്നൊക്കെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. AC3 ടയറിന്.
നമ്മളങ്ങനെ സാത്തൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി സ്റ്റോപ്പുള്ളത് വിരുദനഗറിലാണ്. വിരുദനഗറിന് മുമ്പായിട്ട് നമ്മളൊരു വന്ദേ ഭാരതിന് മിക്കവാറും ക്രോസ് ചെയ്യുന്ന വരും സ്പെഷ്യൽ. ആ പോയത് ചെന്നൈ എഗ്മോർ നാഗർകോയിൽ സ്പെഷ്യൽ വന്ദേ ഭാരതായിരുന്നു. ഈ ട്രെയിൻ അതിൻ്റെ ആവശ്യം റെഗുലർ ആവും. റെഗുലർ ആക്കാനുള്ള പുതിയ റേക്കും മറ്റും വന്നിട്ടുണ്ട്. വലിയ താമസിച്ചില്ലാണ്ട് വണ്ടി ഡെയിലി റെഗുലർ സർവീസിൽ കൊടുക്കുന്നു. ഡെയിലി അല്ല, 6 days a week റെഗുലർ സർവീസിൽ കൊടുക്കുന്നു. നമ്മളങ്ങനെ ജസ്റ്റ് വിരുദനഗർ എത്തുകയാണ്. ആ കാണുന്ന വിരുദനഗർ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് ആണ്, ആ ഗ്ലാസ് ബിൽഡിങ്. തൊട്ടിപ്പുറത്തായിട്ട് ചെങ്കോട്ട എന്ന് പറയുന്ന ലൈൻ കാണാം. അതായത് കൊല്ലം, ചെങ്കോട്ട, തെങ്കാശി, വിരുദനഗർ ലൈൻ കാണാം. നമ്മൾ ഈ ലൈൻ വഴി ഒരു ട്രിപ്പ് 1-2 ട്രിപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മധുര ഗുരുവായൂർ എക്സ്പ്രസ് ട്രിപ്പ് ഈ ലൈൻ വഴി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലൈന്. അപ്പോൾ നമ്മളങ്ങനെ വിരുദനഗർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്നൊക്കെ നല്ല തിരക്ക് കയറാനുണ്ട്. നമ്മുടെ കോച്ചിൽ തിരക്ക് വളരെ കുറവാണ്. അത് പോകെ തിരക്കാവുമോ അതോ അതാണോ അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. സ്ലീപ്പറിനോട് അങ്ങനെ അടിപൊളി തിരക്കുണ്ട്. സ്റ്റാർട്ട് ഓൾറെഡി പച്ചയായി കഴിഞ്ഞു. കൂടിയും വെച്ച് കഴിഞ്ഞു. അപ്പം നമ്മളങ്ങനെ വിരുദനഗറിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എൻ്റെ അറിവിൽ മധുരയാണ്. അതിന് മുമ്പ് സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. ഇവിടെ എക്സ്ട്രീം റൈറ്റിലുള്ള ലൈന് മാനാമധുരയിലേക്ക് പോകുന്ന ലൈനാണ്. നമ്മളിതുവഴി ഒരു പ്രാവശ്യം പണ്ടൊരിക്കൊരു ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ചെയ്യണമെന്ന് കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല അങ്ങോട്ട്. ഞാനിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് ഡെമോ ആയിരുന്നു. ഇപ്പോൾ ഇലക്ട്രിഫൈഡ് ആണ്. അപ്പോൾ അത് ഇലക്ട്രിക് ട്രെയിനിലൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. പക്ഷെ അത് രാത്രിയിലാണ് പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമില്ല. തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ് ആയിരുന്നു. സോറി, പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആയിരുന്നത്. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ആണ് പോയത്. ഈ ട്രെയിനിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് അതുവരെ കാണാൻ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നത്.
മധുര ഹോം സിഗ്നലെത്തി. റെഡാണ്. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് വണ്ടി പിന്നെ ലേറ്റ് ആക്കുന്നവർ. റൂട്ട് ഇൻഡിക്കേറ്റർ ബോർഡിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഏതോ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് മധുരയിലേക്ക് കയറാൻ പോകുന്നു. ദൂരെ മധുര സ്റ്റേഷൻ കാണാം. ഇതാണ് ബോഡിനായക്കന്നൂരിൽ വരുന്ന ലൈന്. ബോഡിനായക്കന്നൂർ തേനി ആ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മൾ ഈ ലൈനിൽ ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോഡിനായക്കന്നൂർ ഇപ്പോഴും ബാക്കിയാണ്. നമ്മളത് തേനി വരെ പോയത്. ഇതാണ് ആ ലൈന്. ഇത് രാമേശ്വരം സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. തൽക്കാലം ട്രെയിനുകൾ മണ്ഡപം വരെ പോകുന്നുള്ളൂ. ഇവിടെ കുറച്ച് ലോക്കോസ് കിടക്കുന്നുണ്ട്. റോയപുരത്തിൻ്റെ 39350, 22022 ഈറോഡിൻ്റെ 37546. ലോക്കോ സൈഡിങ് ആയി തോന്നുന്നു ഇതിപ്പോൾ. രാമേശ്വരം ലൈനിലെ പാമ്പൻ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് കൊണ്ടടിക്കുന്നതായിരിക്കും. മിക്കവാറും അപ്പോഴത്തേക്ക് അമൃത എക്സ്പ്രസിൻ്റെ എക്സ്റ്റൻഷനും അതുപോലെ മംഗലാപുരം രാമേശ്വരം ട്രെയിൻ അപ്പോൾ കൊടുത്തണമായിരിക്കും. നമ്മൾ പ്ലാറ്റ്ഫോം 2ലേക്കാണ് തോന്നുന്നു പോകുന്നത്. നമ്മളങ്ങനെ മധുരൈ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് പൊളിച്ച് പണിയെടുക്കുകയാണ്. മധുരൈ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് മൊത്തം റീബിൽഡ് ചെയ്യുന്നവർ. റോയപുരത്തിന് 37580 വാപ്പ് 7 കിടക്കുന്നത്. ഇത് തേജസ് എക്സ്പ്രസ് ആണ്. ചെന്നൈ മധുരൈ തേജസ് എക്സ്പ്രസ്. തേജസ് എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വ്യൂവർഷിപ്പ് കുറവുള്ളൊരു വീഡിയോ ആയിരുന്നു. മധുരൈ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 12:19. ഒരു 18-നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവുമായിരിക്കും. ഒരുപാട് നേരം നിൽക്കാൻ തോന്നില്ല. പെട്ടെന്ന് വെള്ളം കിട്ടിയാൽ മേടിക്കാൻ വെച്ച് ഇറങ്ങിയത്. ഒരു കട പോലും ഇല്ല ഈ പ്രദേശത്ത്. ക്ലീൻ ട്രെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ജനൽ ഗ്ലാസ്സൊക്കെ കഴുകി തുടച്ചെടുക്കുന്നവർ. അങ്ങനെ 12:24 മധുരയിൽ നിന്ന് എടുത്തു. അമൃത എക്സ്പ്രസിൻ്റെ വാപ്പ് 7 ആണ്. ഈ കിടക്കുന്ന രാമേശ്വരമാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് അമൃത എക്സ്പ്രസ്. എന്നൊരു വാപ്പ് 7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മധുരയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. കാണുന്നതാണ് മധുരൈ യാർഡ്. അതിനകത്ത് പ്ലാറ്റ്ഫോം 5 വരെ കാണാം. അതിനപ്പുറത്തൊരു പുതിയ പ്ലാറ്റ്ഫോമിലൊക്കെ പണി കിടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ ലൈനിലോട്ട് കയറി. അറിയാമല്ലോ, മധുരൈ ടു കൊടൈക്കനാൽ റോഡ് ഇൻവേർട്ടഡ് ആണ് അലൈൻമെൻറ്റ്. നമ്മൾ കീപ്പ് റൈറ്റ് വെച്ചാണ് പോവുക. കൊടൈക്കനാൽ റോഡ് എത്താൻ മുമ്പാണ് ഇത് ശരിയാവുന്നത്. നമ്മളങ്ങോട്ട് കയറി. നമുക്കിനി അടുത്ത സ്റ്റോപ്പ് ഷോലവന്താൻ സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ എന്തായാലും മിക്കവാറും ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എവിടെ എത്തുന്ന അവിടെ മുതൽ അങ്ങോട്ട് കവർ ചെയ്യാം. എൻ്റെ ഈ സ്ട്രെച്ച് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിത് വൈഗൈ നദി കടക്കാൻ പോവാണ്. ഇതിൽ ഈ പാലത്തിൻ്റെ പകുതിയോളം ഏകദേശം കരയാണ്. അത് കഴിഞ്ഞിട്ട് പുഴ വരുള്ളൂ. അടിയിലുണ്ട്. അടിയിലൊരു എന്താ പറയുന്നത്, ഒരു ഗ്രാമം തന്നെ നമുക്ക് കാണാം. അതിൻ്റെ അടിയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഉണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഇതൊരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു.
ഇതാണ് വൈഗൈ നദി. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഞാനിതിൽ നല്ലോണം വെള്ളം കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരിക്കൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുകളിൽ നിന്ന് അങ്ങോട്ട് വെള്ളം താഴോട്ട് അധികം കാര്യമായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. നമ്മൾ ഈ വെസ്റ്റേൺ ഗാർഡ്സിന് ചുറ്റിയാണ് വന്നത്. നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിന് അപ്പുറത്തുള്ള കേരളത്തിൽ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് ഫുള്ള് ദൂരം താഴെ വരെ തെക്ക് വരെ പോയിട്ട് തെക്ക് കൂടെ നമ്മൾ കറങ്ങി ഇപ്പുറത്തോട്ട് വരികയാണ് ചെയ്തത്. നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറി ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. എൻ്റെ ലഞ്ച് സീറ്റിലെത്തിയിട്ടുണ്ട്. ഇത് അവർ വിരുദനഗറിനാണ് ലോഡ് ചെയ്തത്. ട്രെയിനിലെ ഓൺബോർഡ് കാറ്ററിംഗുകാരൻ ഓർഡർ എടുത്തത് 90 രൂപയായിരുന്നു. മീൽസാണ്. എന്താ ഉള്ളതെന്നുള്ളത് നോക്കാം. ഇതാണ് അവർ സെർവ് ചെയ്യുന്ന വെജ് മീൽസ്. ഇത് വിരുദനഗറിൽ നിന്ന് കിട്ടിയതാണ്. എന്തൊക്കെയോ കറികളുണ്ട്, പിക്കിളുണ്ട്, പപ്പടമുണ്ട്, റൈസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് റൈസ് ഉണ്ട്. വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാർ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് എന്തൊരു മസാലക്കറി പോലെ ഉണ്ട്. പിന്നെ മോരാണുള്ളത്, പപ്പടം, ഇതൊക്കെയാണുള്ളത്. ആ ദൂരെ കാണുന്നതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. നല്ല ചൂടായി. നമ്മളിപ്പോൾ അടുത്ത ഹോൾട്ടായ കൊടൈക്കനാൽ റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് കൊടൈക്കനാൽ റോഡ് സ്റ്റേഷൻ. ഇവിടുന്ന് കൊടൈക്കനാൽ ഹിൽസ് 80 കിലോമീറ്റേഴ്സ് ബൈ റോഡ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നോർത്തേൺ റെയിൽവേയുടെ മാനസ്ഖണ്ഡ് എക്സ്പ്രസ് ഭാരത് ഗൗരവ് ട്രെയിനാണ്. ഇതിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട് ഇവിടെ. ഉത്തരാഖണ്ഡ് ആണിത്. പറഞ്ഞ പോലെ ഇന്നോ ഇന്നലെയോ മറ്റോ കേരളത്തിൽ നിന്നൊരു ട്രിപ്പ് കണ്ടായിരുന്നു. അത് ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഉത്തരാഖണ്ഡ് ടൂറിസ്റ്റ് ചേർന്ന് നടത്തുന്നെന്ന് തോന്നുന്നു ഇത്. അങ്ങനെ കൊടൈക്കനാൽ റോഡിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ എന്തോ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊരു റെയിലിൻ്റെ പീസ് റീപ്ലേസ് ചെയ്യുന്നു അവിടെ.
എന്താ റെയിലിനൊരു പുതിയ പീസ് വരെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും സ്വിച്ച് എക്സ്പാൻഷൻ ജോയിൻ്റ് ആയിരിക്കും അത്. അതിനി അവർ വെൽഡ് ചെയ്യണം. ഇപ്പോഴും ചെറുതായിട്ട് അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട് നമ്മളും ഓപ്പോസിറ്റ് ലൈനുമായിട്ട്. ഈ രണ്ട് ട്രാക്കുകളും തമ്മിൽ കാണാൻ പോകുന്ന അടുത്ത സ്റ്റേഷൻ അമ്പാത്തുരയിൽ എത്തുമ്പോഴാണ്. അതുവരെ സെപ്പറേറ്റ് അലൈൻമെൻറ്റിൽ പോകും. നമ്മൾ ദിണ്ടുഗൽ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇത് കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ ഏകദേശം 3/4 മണിക്കൂറോളം ബിഫോർ ടൈം വന്ന് ദിണ്ടുഗലിൽ കാത്തിടക്കുകയാണ്. നമ്മളങ്ങനെ ദിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് മുന്നിൽ ഒരു വണ്ടി പോയിട്ടുണ്ട്. അത് നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. അതിന് ഈ വണ്ടി ചിലപ്പോഴൊക്കെ ഓട്ടയ്ക്കാറുണ്ട്. ഇന്ന് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അതിന് ഓട്ടയ്ക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പുറത്ത് കോയമ്പത്തൂർ ധൻബാദ് എന്ന് എഴുതിയൊരു റേക്ക് കിടക്കുന്നുണ്ട്. ഇതാണ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ദിണ്ടുഗലിൽ നിന്ന് പുറപ്പെട്ടു. വെയിലിന് നല്ല ചൂട് ഇവിടെ. കുറച്ച് ദിവസം കേരളത്തിലെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു. ഒട്ടും ചൂട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല അടിപൊളി ചൂടുണ്ട്. നേരത്തെ പറഞ്ഞ കിടക്കുന്ന കോയമ്പത്തൂർ ധൻബാദ് സ്പെഷ്യലിൻ്റെ റേക്കാണ്. ഇത് എറണാകുളം ധൻബാദ് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. തിരുവനന്തപുരം ഡിവിഷൻ്റെ മഴ കാരണം അത് കോയമ്പത്തൂർ ധൻബാദായി മാറി. നമ്മളങ്ങനെ ദിണ്ടുഗലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ട്രിച്ചി ലൈനിലോട്ട് തുടരുകയാണ്. നമ്മൾ ട്രിച്ചി ലൈനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റിലോട്ട് 2 ലൈനുകൾ കാണാം. ആദ്യം എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് പൊള്ളാച്ചിക്ക് പോകുന്ന ലൈൻ, പഴനി പൊള്ളാച്ചി. പിന്നെ ഇടയ്ക്ക് നേരെ പോകുന്ന ലൈനാണ് കരൂർ പോകുന്ന ലൈന്. ദിണ്ടുഗലിൽ നേരെ കരൂരിൽ നിന്ന് അങ്ങനെ ഫർദർ ഈ റോഡിലേക്ക് പോകും ആ ലൈന്. ഈ 3 ലൈനുകളും ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് നടക്കാൻ 3 ലൈനുകളും നമ്മൾ മുമ്പ് യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ടുവേർഡ്സ് ട്രിച്ചി നമ്മളിത് ആദ്യമായിട്ടാണ് യാത്ര. നമ്മൾ എല്ലാ പ്രാവശ്യം ട്രിച്ചിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പകൽ വെളിച്ചത്തിൽ ആദ്യമായിട്ടാണ്. ഇരുട്ടത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. പകൽ വെളിച്ചത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ രാവിലെ തിരുനെൽവേലിയിൽ എത്തുമ്പോൾ മധുര ഡിവിഷൻ കരുതാം. നമ്മളിപ്പോഴും മധുര ഡിവിഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ അയ്യന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. സ്റ്റോപ്പില്ല. നമ്മളിനി ട്രിച്ചിയിലോട്ട് കയറുന്നവരെ, ട്രിച്ചി ഹോം സിഗ്നൽ വരെ ഏകദേശം മധുര ഡിവിഷൻ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ സ്ട്രെച്ച് 2 ലൈനുകളും ഡിഫറെൻ്റ് അലൈൻമെൻറ്റിൽ പോകും. ആ ട്രാക്ക് കുറച്ച് കറങ്ങി വരിക. നമ്മൾ നേരെ പോകുമ്പോൾ അവൻ കുറച്ച് കറങ്ങി വരും.
നമ്മുടെ അടുത്ത സ്റ്റോപ്പായ മണപ്പാറ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മണപ്പാറ മുറുക്കിന് ഭയങ്കര ഫേമസ് ആണ്. ആ വെൻഡേഴ്സിനൊക്കെ കയ്യിലുള്ളതൊക്കെ മണപ്പാറ മുറുക്കാണ്. ഇതാണ് മണപ്പാറ സ്റ്റേഷൻ. ഇതാണ് നമ്മൾ ഇന്നലെ വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചി 056106. നമ്മളങ്ങനെ മണപ്പാറയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ട്രിച്ചിയാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ കൊണ്ട് ട്രിച്ചിയിലേക്ക് എത്താൻ. നമ്മൾ ജസ്റ്റ് ട്രിച്ചി അപ്രോച്ച് ചെയ്യുന്നു. പൂങ്കുടി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ട്രിച്ചിയിലോട്ട് കയറുന്നു. ഈ കാണുന്ന ലൈന് കാരക്കുടിയിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മൾ ഈ ലൈൻ വഴി ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രിച്ചി രാമേശ്വരം എക്സ്പ്രസ്. അതൊരു ആൽക്കോ അടിപൊളി. ഏതായിരുന്നു വണ്ടിയൊന്നും പിടിയില്ല. അതാണ് ട്രിച്ചി കോച്ചിങ് ഡിപ്പോ. അപ്പുറത്തോട്ട് ഡെമോ ഷെഡാണ്. ഈ കാണുന്ന ഡെമോ ഷെഡ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി പോകണം. ഡെമോ ഷെഡ് നിറച്ച് വണ്ടികളുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. ശനി ഞായർ പല റൂട്ടുകളിലും ഡെമോ വരെ അയക്കില്ല. മെയിൻ്റനൻസ് ആണ്. നമ്മൾ എക്സ്ട്രീം ലെഫ്റ്റോടാണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ് നമ്മൾ പോകുന്നത്. WDP 4D 40338 ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോഴത്തെ ഇറങ്ങാൻ ആൾ വന്ന് നിന്നതുകൊണ്ട് നമ്മൾ ലോക്കായി പോയി. നമ്മൾ അത്യാവശ്യം നല്ലോണം ബിഫോർ ടൈമാണ്. ഇപ്പോൾ സമയം 2:40 ആയതേ ഉള്ളൂ. ഏകദേശം 15 മിനിറ്റ് ബിഫോർ ടൈമാണ്. നമ്മളിവിടുന്ന് 3 മണിക്കേ പോകുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനോ വല്ലതൊക്കെ മേടിച്ചാലോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കൃത്യസമയമായ 3 മണിക്ക് ട്രിച്ചിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി തുടങ്ങി. എങ്ങോട്ടുള്ള ഡെമോ ആണോ?
ട്രിച്ചി കരൂർ. ആ കിടക്കുന്നതാണ് നമ്മുടെ പാരിങ് ട്രെയിന്. നമ്മൾ ജസ്റ്റ് ട്രിച്ചിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു, അത്രേ ആയിട്ടുള്ളൂ. ആ കയറി വരുന്ന ചോളൻ എക്സ്പ്രസ് ആണ് 37435. ഇവിടെ നിന്നായിട്ട് ലെഫ്റ്റിലോട്ടായിരുന്നു കരൂരിലേക്കുള്ള ട്രാക്ക് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓക്യുപ്പൈഡ് ആണ്, അത് കാണിക്കാൻ നിർവാഹമില്ല. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മൾ അവിടെ കാണുന്ന കാണുന്ന 2 ലൈനുകളല്ലേ, ആ 2 ലൈനുകളിൽ ലെഫ്റ്റ് സൈഡിലത്തെ ലൈനിലോട്ട് നമ്മൾ പോയി മേർജ് ചെയ്യും. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് എൻറ്റയർ ട്രിച്ചി സ്റ്റേഷൻ ഇപ്പോൾ കാണാം. നമ്മൾ പ്ലാറ്റ്ഫോം 1 നിന്നാണ് ഇറങ്ങി വരുന്നത്. 2 ഉണ്ട്, 3, 4, 5, 6. ചോളൻ എക്സ്പ്രസ് എന്ന് കയറുന്നതാണ് പ്ലാറ്റ്ഫോം 7. പ്ലാറ്റ്ഫോം 7ലേക്കാണ് ചോളൻ എക്സ്പ്രസ് പോയി കയറുന്നത്. നമുക്കൊരിക്കലും ഒരു ചോളൻ എക്സ്പ്രസ് വീഡിയോ ചെയ്യണം. നമ്മൾ ട്രിച്ചി ടു എഗ്മോർ നമ്മൾ ചോളൻ എക്സ്പ്രസ്സിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് പ്രോബ്ലി ഒരു പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ലാസ്റ്റ് കോച്ച് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. കണ്ടോ, അടുത്തത് ഗോൾഡൻ റോക്കാണ്, പൊന്മലൈ. പൊന്മലയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് വൃദ്ധാചലം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ പൊന്മലൈ അഥവാ ഗോൾഡൻ റോക്കിൽ എത്തിയിരിക്കണം. സ്റ്റോപ്പില്ല, ജസ്റ്റ് റൺ ത്രൂ ചെയ്ത് നമ്മളങ്ങനെ പൊന്മലൈ ക്യാബിൻ വഴി നമ്മൾ ടുവേർഡ്സ് വൃദ്ധാചലം തിരിയും. നമ്മളിവിടെ ലെഫ്റ്റിലോട്ട് അങ്ങ് പോകും. റൈറ്റിലോട്ട് പോകുന്ന ട്രാക്കുകൾ തഞ്ചാവൂരേക്ക് പോകുന്ന ട്രാക്കുകളാണ്. ആ റൈറ്റ് ട്രാക്കുകളാണ് തഞ്ചാവൂരിലേക്ക് പോകുന്നത്. നേരെ അങ്ങനെ തഞ്ചാവൂർ, മയിലാടുതുറൈ അല്ലെങ്കിൽ ഇപ്പുറത്ത് കാരേക്കാൽ അങ്ങോട്ടൊക്കെ പോകുന്നത്, തിരുവാരൂരൊക്കെ പോകുന്നത്. അതുവഴി നമ്മൾ 2-3 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസ് കണ്ടറിയാം. നമ്മളിപ്പോൾ അങ്ങനെ ചെന്നൈയിലേക്കുള്ള കോഡ് ലൈനിലേക്ക് കയറി. കോഡ് ലൈൻ എന്ന് പറയുന്നത് ട്രിച്ചിയിൽ നിന്ന് വൃദ്ധാചലം വഴി വിഴുപ്പുറത്ത് പോയി കയറുന്ന ലൈനാണ് കോഡ് ലൈൻ. മെയിൻ ലൈൻ തഞ്ചാവൂർ വഴിയാണ് പോകുന്നത്. തഞ്ചാവൂർ, ചിദംബരം അങ്ങനെയാണ് പോകുന്നത്. ഒരു കുഞ്ഞ് ലിങ്ക് ലൈനാണ് ഫ്രം കോഡ് ലൈൻ ടു മെയിൻ ലൈൻ. ഇതെനിക്കൊന്ന് ഫ്രൈറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ബലാസ്റ്റ് സ്ക്രീനിങ് വർക്ക് ജസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ട്രാക്കിലെ ബലാസ്റ്റ് കണ്ടറിയാം. അബ്നോർമലി അൺഈവനായിട്ടുള്ള കുഴികളുണ്ട്. അവിടെ ടാമ്പിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ.
തിരുച്ചിറപ്പള്ളി ടൗൺ സ്റ്റേഷനാണ്. ഇവിടെ തൊട്ടുപുറകിലായിട്ടൊരു മലയും അമ്പലമൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് കാണിക്കുകയാണ്. കാവേരി നദിക്ക് കുറുകെയുള്ള പാലമാണിത്. ഇവിടെ തന്നെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീരംഗം അമ്പലം കാണാൻ പറ്റും. അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ പ്രാവശ്യം ഈ സൈഡ് കാണിക്കുകയാണ്. ജസ്റ്റ് ശ്രീരംഗം സ്റ്റേഷനിലേക്ക് എത്താണ്. ഇതാണ് ശ്രീരംഗം സ്റ്റേഷൻ. ഇവിടെ വളരെ അടുത്താണ് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ്. നമ്മൾ നിർത്തിയത് 3 ആണ്. 2 കണ്ടു, 1 ഞാൻ കണ്ടില്ല. 1 എനിക്കൊന്ന് ഡീകമ്മീഷൻ ചെയ്തു തോന്നുന്നു. നമുക്ക് പുറപ്പെടുകയായി. നമ്മളങ്ങനെ ശ്രീരംഗം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയായി. ഇനി കുറച്ച് നേരത്തേക്ക് ഡ്രൈ ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ക്രോസിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് നേരം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റെസ്റ്റ് എടുക്കും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അറിയാലൂരിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ശ്രീരംഗം സ്റ്റേഷൻ വേണ്ടിയാണ് നമുക്ക് കൊള്ളിടം പാലം ഉണ്ടായിരുന്നു. ഞാനത് മറന്നേ പോയി കംപ്ലീറ്റ്ലി. അങ്ങനെ നമ്മളിത് മിസ് ചെയ്തു. നല്ല ലെങ്ത്തുള്ളൊരു ബ്രിഡ്ജായിരുന്നു. കാച്ചിഗുഡ നാഗർകോവിൽ സ്പെഷ്യലായിരുന്നു. പണ്ട് ഹൈബ്രിഡ് LHB റേക്ക് വെച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ്.
ഇപ്പോൾ സാധാരണ ICF ബ്രേക്ക് ആക്കി. RAV4 ആയിരുന്നു. അപ്പോൾ ഇതിന് 110 വരെ പോകാം. പഴയ ബൈക്കിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പഴയ ബൈക്ക് 90 സ്പീഡ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ 90 സ്പീഡ് റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് ഇതിട്ടിരിക്കുന്ന ടൈം ടേബിൾ അത് ഓടി എത്തുകയില്ലായിരുന്നു. ഇന്ന് ലേറ്റാണ്, പക്ഷേ ഇന്ന് ഒരുപാട് ലേറ്റ് ഇല്ല. അന്ന് ഭയങ്കര നമ്മൾ ഈ ട്രെയിനിലേക്ക് യാത്രയുണ്ട്, അന്ന് ഭയങ്കര ലേറ്റായിരുന്നു. നമ്മൾ അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അരിയാലൂർ എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി സിമൻറ്റ് ഫാക്ടറികൾക്ക് വളരെ ഫേമസ് ആണ് തമിഴ്നാട്ടിൽ. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ടാൻസമും ഉണ്ട്, അതുപോലെ ചെട്ടിനാട് സിമെൻറ്റ്, അങ്ങനെ കുറച്ച് സിമെൻറ്റ് ഫാക്ടറികൾ ഈ പ്രദേശത്തുണ്ട്. അതിൽ അരിയാലൂർ ചെട്ടിനാട് സിമെൻറ്റ്സ് എന്ന് ഇവിടുന്ന് കാണാൻ പറ്റും. ദൂരെ കാണുന്നതാണ് അരിയാലൂർ ചെട്ടിനാട് സിമെൻറ്റ് ഫാക്ടറി. അങ്ങോട്ടുള്ള ഒരു സൈഡിങ് ലൈനും കാണാം. ആ സൈഡിങ് ലൈനിൽ ഒരു ഫ്രൈറ്റ് നിൽക്കുന്നുണ്ട്. ആ ഫ്രൈറ്റ് നിൽക്കുന്നത് സൈഡിങ് ലൈൻ. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകുന്ന റോ മെറ്റീരിയലാണ്. ഞാൻ നേരെ ദൂരേന്ന് കാണിച്ച സൈഡിങ് ലൈനാണ് ഇവിടെ കാണുന്നത്. ഒരു ഇലക്ട്രിഫൈഡ് സിംഗിൾ ലൈനാണ്. സില്ലക്കുടി എന്ന് പറയുന്ന സ്റ്റേഷനാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത സ്റ്റോപ്പായ അരിയാലൂരിലേക്ക് എത്താണ് നമ്മൾ. അരിയാലൂരില്ല, അരിയലൂർ. ചെന്നൈ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കയറാൻ. എനിക്ക് തോന്നുന്നു ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൊണ്ട് കുറച്ച് കുറവുണ്ടാവുമായിരിക്കും. കാര്യം നാളെ അവധി ദിവസമാണല്ലോ. നാളത്തെ അവസ്ഥ ഇതായിരിക്കില്ല. നമ്മളങ്ങനെ അരിയലൂരിൽ നിന്ന് പുറപ്പെട്ടു. ഈ റൈറ്റിലോട്ട് കാണുന്ന ഏതോ ഒരു സിമെൻറ്റ് ഫാക്ടറി സൈഡിങ്ങിലോട്ട് പോകുന്ന ഒരു ലൈനാണിത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിമെൻറ്റ് ഫാക്ടറി കാണുകയും ചെയ്യാം. ഈ വലത്തെ അറ്റത്ത് കാണുന്ന ലൈനും ഏതോ ഒരു സൈഡിങ്ങാണ്. ഏതോ ഒരു ബാക്കി കാണുന്ന സിമെൻറ്റ് ഫാക്ടറിയോടുള്ള സൈഡിങ് ആണ്. MCL എന്നാണ് അതിന് ബോർഡുകളിലുള്ളത്. ആ ലൈൻ വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നുണ്ട്. ആ വലത്തോട്ട് തിരിഞ്ഞ് നേരെ സൈഡിങ്ങിനകത്തോട്ട് പോയി. നേരെ ബാക്ക്ഗ്രൗണ്ടിലെ സൈഡിങ് ഇത് കാണാം, സിമെൻറ്റ് ഫാക്ടറി കാണാം. ഇവിടെ ഇത്രയും സിമെൻറ്റ് ഫാക്ടറികളുടെ സ്ഥിതിക്ക് ഇവിടെ എവിടെയാണ് ലൈം സ്റ്റോൺ ക്വാറീസ് അല്ല എന്നുള്ള അറിയില്ല കേട്ടോ. ലൈം സ്റ്റോൺ ക്വാറീസ് അങ്ങനെ ട്രാക്ക് സൈഡിലൊന്നും കണ്ടില്ല. വെള്ളാർ നദിയാണ്.
വെള്ളാർന്നാണ്, വെള്ളമില്ലാത്ത ആറാണ്. മണൽ കടത്തുണ്ട് തോന്നുന്നു. ആ ടിപ്പർ നിറച്ച് മണലാണ്. അടുത്ത സ്റ്റോപ്പായ പെണ്ണടം സ്റ്റേഷനിലേക്ക് എത്തണം. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ 4:47. അങ്ങനെ പെണ്ണാടം സ്റ്റേഷൻ കഴിഞ്ഞു. പെണ്ണടമല്ല, പെണ്ണാടം. നമ്മൾ ബിരുദാചലത്തിലേക്ക് എത്താണ്. കാണുന്ന ബിരുദാചലത്തെ അമ്പലമാണ്. ഇത് ബിരുദാചലം ടൗൺ ഹോൾട്ട് സ്റ്റേഷനാണ്. ബിരുദാചലം ജംഗ്ഷനിലേക്ക് നമ്മളെത്തി. കൃഷ്ണരാജപുരത്തിന് ഒരു G9 കിടക്കുന്നുണ്ട്. വൈകി വരുന്നപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു. വൈകി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു ട്രെയിൻ കാണാനുണ്ട്. വൈഗ എക്സ്പ്രസ് ആണ്. വൈഗ എക്സ്പ്രസ്സിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് പോവാണ്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിന് പ്രകാരം എനിക്കൊന്ന് വന്ദേ ഭാരത് മിക്കവാറും ഇവിടെ വെച്ച് തന്നെ അവനെ ഓവർടേക്ക് ചെയ്യാനുള്ള പ്ലാനായിരിക്കും. റായപുരത്തിൻ്റെ 30575 ആണ് ലോക്കോ. ചെന്നൈ എഗ്മോർ മധുരൈ വൈഗ എക്സ്പ്രസ് ആണത്. നമ്മൾ പുറപ്പെടുകയായി. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ലൈന് അത് സേലം പോകുന്ന ലൈനാണ്. ബിരുദാചലം സേലം ലൈന്. അതുപോലെ ഇവിടെ ഒരു ലൈൻ റൈറ്റിലേക്കും പോകുന്നുണ്ട്. ഇത് നെയ്വേലിയിലോട്ട് പോകുന്ന ലൈനാണ്. നെയ്വേലി വഴി നേരെ കടലൂർ പോർട്ടിലേക്ക് പോകുന്ന ലൈനാണ്.
ഈ 2 ലൈനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 2 ലൈനിൽ നമ്മൾ ഡെമോ യാത്രകൾ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ചെക്കൗട്ട് ചെയ്യുക. അതിൽ ഈ കടലൂർ പോർട്ടിലേക്ക് പോകുന്ന ലൈൻ നമ്മളൊരു തിരുപ്പാതിരിപ്പുളിയൂർ ട്രിച്ചി ഡെമോനാണ് യാത്ര ചെയ്യുന്നത്. നല്ല അടിപൊളി റൂട്ടാണത്. അത് നെയ്വേലിയിലെ ലിഗ്നൈറ്റ് ഫാക്ടറിക്ക് ആ ഏരിയ കൂടെയാണ് വരുന്നത്. സൂപ്പർ റൂട്ടാണത്. നല്ല ഭംഗിയുള്ള റൂട്ടാണത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക. ചെന്നൈക്കൂർ തിരുനെൽവേലി വന്ദേ ഭാരത് എക്സ്പ്രസ് ആണുള്ളത്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഫ്ലൈറ്റ് സ്പോട്ടിംഗ് ആണിത്. അരക്കോണത്തിന് 32971 ഓക്സൺ റേക്കാണ്. കാലിയാണ്. കാലിയല്ല, ചിലത് ഫുള്ളും ചിലത് കാലിയാണ്. ഫ്ലൈറ്റ് ലൂപ്പിൽ കിടക്കുമായിരുന്നു. എനിക്കൊന്ന് വന്ദേ ഭാരതിന് ഓവർടേക്കാൻ വേണ്ടി ലൂപ്പിലിട്ടതായിരിക്കും. ബോർഡറിന് പുറകിൽ ആയിട്ട് വിഴുപ്പുറം ദിണ്ടുകൽ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിപ്പിച്ചതാണ്. വിഴുപ്പുരം എത്താറായി. ആ ദൂരെ കാണുന്നതാണ് പതിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൂരെ കാണുന്നതാണ് മെയിൻ ലൈന്. അതായത് ട്രിച്ചിയിൽ നിന്ന് തഞ്ചാവൂർ, മയിലാടുതുറൈ, ചിദംബരം അങ്ങനെ വരുന്ന ലൈൻ. നമ്മളത് ട്രിച്ചിയിൽ നമ്മൾ കണ്ടത്. നമ്മൾ കൂടുതൽ ടോപ്പ് വെച്ച ആ ലൈനിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് കയറിയത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കോഡ് ലൈനാണ്. ശരിക്കും അതിൻ്റെ ദൂരം കട്ട് ചെയ്യാൻ വേണ്ടി പണിത ലൈനാണ് കോഡ് ലൈൻ. ഈ കാണുന്നതാണ് മെയിൻ ലൈന്. മെയിൻ ലൈൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും അതിപ്പോഴും ഒരു സിംഗിൾ ലൈനാണ്. നമ്മുടെ ലൈൻ ഡബിൾ ലൈനും.
ഈ കാണുന്ന ലൈന് പോണ്ടിച്ചേരി എന്ന് വരുന്ന ലൈനാണ്, പുതുച്ചേരി വിഴുപ്പുറം ലൈനാണ്. ഇപ്പോൾ ഈ ലൈൻ വഴി വന്നിട്ട് റിവേഴ്സ് ചെയ്തൊരു ട്രെയിൻ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യും, പുതുച്ചേരി മംഗലാപുരം എക്സ്പ്രസ്. ഇത് പുതുച്ചേരി മംഗലാപുരം എക്സ്പ്രസ് ആണ്. ഇത് ട്രിച്ചി വഴി പോകുന്നതാണ്. രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ട്രിച്ചി വഴി, ഒന്ന് സേലം വഴിയും. ഇത് ട്രിച്ചി വഴികളാണ്. ഈ കാണുന്നതാണ് വിഴുപ്പുറം ജംഗ്ഷൻ സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് തോന്നുന്നു പോകുന്നത്. 1 അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം വരിക. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ വിഴുപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുന്നു. അരക്കോണത്തിന് 22730 ഏതോ ഒരു ഡ്യൂട്ടി വർക്ക് ചെയ്യാൻ റെഡിയാവുകയാണ്. ലോക്കൽ പൈലറ്റ് കയറിയിരിക്കുന്നുണ്ട് അകത്ത്. ഏതാണോ ട്രെയിൻ? വിഴുപ്പുറം, തിരുവാരൂർ, കാരക്കുടി, തിരുച്ചിറപ്പള്ളി, രാമേശ്വരം. അപ്പുറത്തേക്കൂടെ ഒരു P4 ഷണ്ട് ചെയ്തിട്ടുണ്ട്, 22754. അത് മിക്കവാറും ഇപ്പോൾ മറ്റേ പുതുച്ചേരി എക്സ്പ്രസിനെ കൊണ്ടുവന്ന ലോക്കമായിരിക്കും. അപ്പുറത്തൊരു P4 ഉണ്ട്, 22962. അപ്പോൾ നമ്മളങ്ങനെ വിഴുപ്പുറത്തെത്തി. 17:52, 5:52 സമയം, 17 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. അങ്ങനെ നമ്മൾ വിഴുപ്പുറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പതുക്കെ ഇരുട്ടായി തുടങ്ങും. മണി 6 ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങും. വിഴുപ്പുറം, ചെങ്കൽപ്പെട്ട് ഞാൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്നേരം കഴിയുന്ന പോലെയൊക്കെ ഞാൻ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിഴുപ്പുറത്തുനിന്ന് പുറത്തോട്ടിറങ്ങാം. അവിടെ ലെഫ്റ്റിലോട്ടൊരു ട്രാക്ക് പോകുന്നുണ്ട്. അത് തിരുവണ്ണാമല വഴി കാട്ട്പാടിക്ക് പോകുന്ന ട്രാക്കാണ്. നമ്മളത് വഴി യാത്ര ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓക്യുപ്പൈഡ് തന്നെ. എനിക്ക് അവിടെ പോയിട്ട് കാണിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ഈ ട്രെയിനിൻ്റെ ഹോം ഡിവിഷനായ ചെന്നൈ ഡിവിഷനാണ്. നമ്മൾ ചെന്നൈ ഡിവിഷനിലേക്ക് എത്തി. ചെന്നൈ ഡിവിഷനിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുക. ഈ ട്രെയിൻ തുടങ്ങിയത് തിരുവനന്തപുരം ഡിവിഷനിലാണ്. അവിടെ നിന്ന് മധുര ഡിവിഷനിൽ കയറി, ട്രിച്ചി ഡിവിഷനിൽ കയറി, ഇപ്പോൾ ചെന്നൈ ഡിവിഷനിൽ യാത്ര അവസാനിപ്പിക്കും. സദേൺ റെയിൽവേയുടെ ഉള്ളിൽ തന്നെ ഏകദേശം 1100 കിലോമീറ്ററിനടുത്ത് ഓടുന്നൊരു വണ്ടിയാണിത്. നമ്മൾ തൃശ്ശൂർ ടു താമ്പരത്തേക്ക് 1000 കിലോമീറ്ററിന് മേലെയാണ് ഈ ട്രെയിനിൽ കൂടെ വരുമ്പോഴുള്ള ദൂരം. നമ്മൾ വിഴുപ്പുറത്തുനിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പായിട്ട് തിണ്ടിവനം എത്താറായി. അതിനിടയ്ക്ക് വെച്ച് പല്ലവൻ എക്സ്പ്രസ്സിനെ മിസ് ചെയ്തു. അത് തിരുച്ചെന്തൂരിലേക്കുള്ള ചെന്തൂർ എക്സ്പ്രസ് ആയിരുന്നു.
അടുത്ത സ്റ്റോപ്പായ ദിണ്ടിവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീരെ വെളിച്ചമില്ലായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത്. നമ്മളിത് ചെങ്കൽപ്പെട്ട് സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:21. അതിൽ നമ്മളൊരു 10 മിനിറ്റിനടുത്ത് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളങ്ങനെ ചെങ്കൽപ്പെട്ട് എത്തിയിരിക്കുന്നു. ഈ സ്റ്റേഷനിൽ പൊതുവെ ലൈറ്റിംഗ് ഭയങ്കര മോശമെന്ന് തോന്നുന്നു. ഇപ്പുറത്തും വലിയ വെളിച്ചമില്ല. തൊട്ടപ്പുറത്തെ പാരനൂർ ലേക്ക് കാണാം. ലേക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ലേക്കാണ്. പകൽ വഴി വന്ന് നല്ല ഭംഗിയാണ് ഈ സ്ഥലം. അപ്പോൾ 7:25 നമ്മൾ ചെങ്കൽപ്പെട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇനി താമ്പരത്താണ്. താമ്പരം വരെയാണ് നമ്മുടെ യാത്ര. ട്രെയിൻ സെൻറ്ററിലേക്ക് പോകും, എഗ്മോറിലേക്ക് പോകും. നമ്മൾ താമ്പരം വരെ ഉള്ളൂ. തൊട്ടപ്പുറത്ത് അരക്കോണത്തേക്ക് പോകുന്നൊരു ഫാസ്റ്റ് EMU കയറി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ജസ്റ്റ് താമ്പരം സ്റ്റേഷനിലേക്ക് എത്തി. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. അപ്പുറത്തെ സൈഡിലെ ആൾക്കാർ നമ്മളെ ഇത് ചെയ്യാൻ എന്താ പറയുന്നത്, നിൽക്കാൻ അനുവദിക്കാത്തത്ര ആളുള്ളതുകൊണ്ട് ഞാനിപ്പുറത്ത് വന്നതാണ്. സമയം ഇപ്പോൾ 8:04. വണ്ടി ഒരു അല്പം ലേറ്റാണ്. എനിക്ക് തോന്നുന്നൊരു 20 മിനിറ്റിനടുത്ത് ലേറ്റാണെന്ന് തോന്നുന്നു. 20 മിനിറ്റ് അങ്ങാണ്ട് ലേറ്റ് ഉണ്ട്. നമ്മളങ്ങനെ താമ്പരം പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിയിരിക്കുകയാണ്. ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു എനിക്കറിയാം. കാരണം ഏകദേശം 80 GB അടുത്ത് കണ്ടൻ്റ് ഉണ്ട്. 80 GB അടുത്തുള്ള കണ്ടൻ്റാണ് ഒരു ലോങ് വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ താമ്പരത്തെത്തുന്നതോടുകൂടി നമ്മുടെ ഒരു 1000 കിലോമീറ്ററിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ ഒരുപാട് താങ്ക്സ്. കാര്യം ഇത്രയും ലോങ് വീഡിയോ കണ്ടതിന്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കമൻസ് ഇടാൻ മറക്കരുത്. വീഡിയോ നല്ലതായിരുന്നെങ്കിലും ചീത്തയായിരുന്നെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിലും അതെല്ലാം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടണം. അധികം താമസിച്ചത് നമ്മുടെ ഈ വീഡിയോസിൻ്റെ അൺകട്ട് വേർഷൻസ് ഒരു മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. അത് കുറച്ചും കൂടെ സമയം വേണം എനിക്ക്. കാരണം നമുക്ക് ഈ വീഡിയോ പ്രോസസ്സ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് കാരണമാണ് അത് ചെയ്യാത്തത്. അപ്പോൾ അധികം താമസിച്ച് നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ നമ്മുടെ ഈ ട്രിപ്പുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്യാം. സ്പോൺസർ ചെയ്യാൻ വേറൊന്നും ചെയ്യേണ്ട. ഞാൻ ക്യാഷായിട്ട് സ്പോൺസർഷിപ്പ് മേടിക്കുന്നില്ല. നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ മെമ്പർഷിപ്പായിട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ഈ വീഡിയോസിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും നമ്മുടെ കൂടെ വരിക. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.